നമസ്തേ. നമസ്കാരം മനോജി, ജാർഖണ്ഡ് PSC ക്രമക്കേട് വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടെ അവർ വാർത്ത നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും തന്നെ വലിയ രീതിയിലൊന്നും വാർത്തകൾ നൽകപ്പെടുന്നില്ല. ഇടയ്ക്ക് വന്ന് മിന്നി മറിഞ്ഞു പോകുന്നു, അത്രമാത്രം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം? സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ ഒരു പ്രതിഷേധം അവിടെ തുടങ്ങിയിട്ട്. കാരണം ജാർഖണ്ഡിലെ JPSC, അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അവ നടത്തിയ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ, ഒന്ന് അവിടുത്തെ ഈ നമ്മുടെ KPS എന്നൊക്കെ പറയുന്ന പോലെ സിവിൽ സർവീസിൻ്റെ സംസ്ഥാന വേർഷൻ എന്ന് പറയുന്നത് പോലെയുള്ളതിൽ നടത്തിയ JPSC പ്രിലിമിനറി ടെസ്റ്റ്, അതൊരു പരീക്ഷ. രണ്ടാമത്തേത് JSSC CGL എന്നൊരു പരീക്ഷ. ഇത് രണ്ടും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകളാണ് ജാർഖണ്ഡ് സംസ്ഥാനത്തെ സംബന്ധിച്ച്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരെണ്ണം നമ്മുടെ KPSC സർവീസ്, IPSൻ്റെ സംസ്ഥാന മാതൃകയായിട്ടുള്ള KPSC സർവീസിലേക്കുള്ളതുപോലെ നടത്തുന്ന പ്രിലിമിനറി എക്സാംസ് ജാർഖണ്ഡിലേത്. രണ്ടാമത്തേത് നമ്മുടെ UD ക്ലർക്ക് പരീക്ഷയൊക്കെ പോലുള്ള പരീക്ഷകളുടെ ഒരു സങ്കലനമാണ്. ഈ രണ്ട് പരീക്ഷകളിലും വ്യാപകമായ രീതിയിൽ അഴിമതി നടന്നു. പണം വാങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യപേപ്പർ നേരത്തെ ചോർത്തിക്കൊടുത്തു. തന്നെയുമല്ല, അവരുടെ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയകളും PSC, അവിടുത്തെ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പർമാരും ചെയർമാനും ഉൾപ്പെടെയുള്ളവർ നടത്തി എന്നുള്ള വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളാണ് പുറത്തു കൊണ്ടുവരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീറ്റിലെ പോലെ NTA ആണ് നീറ്റിന്റെ ക്രമക്കേടുകൾ നേരിട്ട് കണ്ടുപിടിച്ച് പരീക്ഷ നടത്തുന്ന സംവിധാനങ്ങൾ തന്നെ അതിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചതിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു നീറ്റിന്റെ കാര്യത്തിൽ നടന്നതെങ്കിൽ, ജാർഖണ്ഡിൽ നടന്നത് ഉദ്യോഗാർത്ഥികളാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന വിവരം പുറത്തു കൊണ്ടുവരികയും സർക്കാർ അത് പരമാവധി, ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അതായത് കോൺഗ്രസ് സഖ്യകക്ഷിയായിട്ടുള്ള സർക്കാർ, അതിനെ പരമാവധി മൂടിവെക്കുവാൻ ശ്രമിക്കുകയും അതിനെ തുടർന്നാണ് ദേവേന്ദ്ര മഹത്തോയുടെയൊക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ പ്രതിഷേധത്തിനിറങ്ങിയത്. ഇത് നമ്മുടെ ജന്തർ മന്ദറിലെ പോലൊരു സമരാഭാസമല്ല. ഈ സമരാഭാസം ത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ജാർഖണ്ഡിലെ പ്രതിഷേധത്തിനില്ല എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ മാമകൾക്ക്, മലയാള മാധ്യമങ്ങളുടെ ഒരു ചുരുക്കപ്പേര് പറഞ്ഞതാണ്, അത്ര TRPക്ക് അത്ര ഗുണകരമായിരിക്കില്ല എന്ന് തോന്നിക്കാണും തുടക്കഘട്ടത്തിൽ. കാരണം ആലോചിച്ച് നോക്കൂ, ഒരു ചിത്രം നമുക്കൊന്ന് കാണിക്കാം, ഞാനത് ലഭ്യമാവുമെങ്കിൽ എഡിറ്റ് ഡെസ്കിലേക്ക് കൊടുക്കാം. ഒരു മാതാവ് ക്യാൻസർ രോഗിയാണ്, യൂറിൻ ബാഗും തൂക്കിയാണ് തൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി അവിടെ വന്ന് സമരത്തിന് കിടക്കുന്നത്. അല്ലാതെ അവിടെ വന്ന് സമോസയും കച്ചോരിയും അടിച്ച് ബസ് നാം രഹേഗ അള്ളാക്ക പാടുന്ന ഒരു ജിഹാദിനി അല്ലെങ്കിൽ ജിഹാദിനിയുടെ വായ്പാട്ടുകാരും അല്ല അവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തങ്ങളുടെ മക്കളെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള മാതാപിതാക്കളും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ള ഉദ്യോഗാർത്ഥികളും ഭാവിയിൽ തങ്ങൾ ഈ പരീക്ഷ എഴുതണമല്ലോ എന്ന് അറിയാവുന്ന വിദ്യാർത്ഥികളുമാണ് അവിടെ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യാതൊരു മാധ്യമ ശ്രദ്ധയും ആരും നൽകിയിരുന്നില്ല. പിന്നീടാണ് BJP ഈ വിഷയം ഏറ്റെടുക്കുന്നതും വിദ്യാർത്ഥികളുടെ ഒപ്പം ചേരാതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ടുള്ളൊരു രീതിയാണ് അതിന് സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധ
നഗരിയിലേക്ക് അവർ ചെല്ലാതെ, കാരണം അതിനൊരു രാഷ്ട്രീയ മാനം കൊടുക്കപ്പെടും. BJP പ്രത്യേകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതി അവർ വളഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ സമരത്തിന് ശക്തമായ പിന്തുണ BJP ധാർമ്മിക പിന്തുണയും പുറത്ത് ഉള്ള പ്രതിഷേധങ്ങളുടെ പിന്തുണയും നൽകുന്നുണ്ട്. അതോടുകൂടി ഈ വിഷയം പതുക്കെ ചൂടുപിടിക്കാൻ തുടങ്ങി. വിദ്യാർത്ഥി നേതാക്കൾ നിരാഹാരം കിടന്നു. ഈ സമയത്തൊന്നും മാധ്യമങ്ങളുടെ കാര്യം ഒരു വശത്ത് നിൽക്കട്ടെ, വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ഉയർന്നു വന്ന പാറ്റകൾ തൊട്ടും തലോടിയും അവരെ വീഡിയോ കോൾ വിളിച്ചതല്ലാതെ ആരും സമരക്കാരെ സന്ദർശിച്ചിരുന്നില്ല. പിന്നെയുള്ളത് ഐസയുടെ നേഹ ബോറയാണ്. നേഹ ബോറ അവിടെ ചെന്ന് അവരുടെ രാഷ്ട്രീയം കളിക്കുവാൻ ശ്രമിച്ചു. അവർ സ്റ്റേജിൽ നിന്ന് എടുത്തിറക്കി വിടുകയായിരുന്നു സമരക്കാർ. ഇവിടെ രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. തന്നെയുമല്ല, അവരൊരു കാര്യം എടുത്തു പറഞ്ഞു, രാജ്യവിരുദ്ധത വിളമ്പാനുള്ള സ്ഥലമല്ല ഇത്, വന്ദേമാതരവും ഭാരത് മാതാ കി ജയും മുഴങ്ങുന്ന സ്ഥലമാണ്, സമരവേദിയാണ് ഇതെന്നവർ എടുത്തു പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം. പക്ഷെ ഇന്നത്തെ ദിവസം കുറച്ചധികം നേരം ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുവാനായിട്ട് നമ്മുടെ മാമകൾ, ഞാൻ ഈ മലയാള മാധ്യമത്തിൻ്റെ ചുരുക്കപ്പേരാണ് ഈ പറയുന്നത്, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, അങ്കിൾ മാതുലൻ എന്നുള്ള തരത്തിലല്ല പറയുന്നത്, മാമകൾക്ക് ഇന്ന് ഒരല്പം നേരം ഈ വിഷയത്തിലേക്ക് ചിലവഴിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ BJP രാവിലെ ഹേമന്ത് സോറന്റെ വസതി വളഞ്ഞിരുന്നു. രണ്ടാമത്തേത്, വിധാൻസഭ, അവിടുത്തെ നിയമസഭയിലേക്ക് വിദ്യാർത്ഥികൾ ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിന് നേരെ അതിക്രൂരമായിട്ടുള്ള ടിയർ ഗ്യാസ് പ്രയോഗവും ലാത്തി ചാർജും ഉണ്ടായി. വിദ്യാർത്ഥികൾ യാതൊരു തരത്തിലുള്ള പ്രകോപനവും നടത്തിയിട്ടില്ല. ഒരു പോലീസുകാരൻ്റെ കണ്ണിലും പെപ്പർ സ്പ്രേ അടിച്ചിട്ടില്ല. ഒരു പോലീസുകാരനെയും പാൻറ്റിൻ്റെ സിബ് ഊരി കാണിച്ച് അശ്ലീല പ്രകടനം നടത്തിയിട്ടില്ല. ഒരു പോലീസുകാരിയും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പോലീസുകാരനെയും തല്ലി കൈയൊടിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. അതോടുകൂടി പക്ഷേ മാർച്ച് സംഘർഷഭരിതമെന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായൊരു സംഘർഷം അവിടെ ഉണ്ടായി. പോലീസുകാർ ക്രൂരമായി വിദ്യാർത്ഥികളെ വിധാൻസഭ പരിസരത്ത് നിന്ന്, വിധാൻസഭ എന്ന് പറയുന്നത് അവിടുത്തെ നിയമസഭ പരിസരത്ത് നിന്ന് നീക്കം ചെയ്തു. അവിടുന്ന് അടിച്ചോടിച്ചു എന്ന് തന്നെ പറയണം. കാരണം പാവപ്പെട്ട വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? അതും നിരാഹാരം കിടന്ന ദേവേന്ദ്ര മഹത്തോ എന്ന അവരുടെ നേതാവ് നേരിട്ടാണ് അവിടെ ചെന്നത്. അല്ലാതെ അദ്ദേഹം സമോസയും കച്ചോരിയും കഴിച്ച ഏതെങ്കിലും ലോറിക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നില്ല ചെയ്തത്. നേരിട്ട് നേതൃത്വം നൽകിയ മാർച്ചിന് നേരെയാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രമം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇനിയും മിണ്ടാതിരുന്നാൽ പ്രശ്നമാകുമെന്നുള്ള കാര്യം ഏതോ ബുദ്ധിയുള്ള ഉപദേശി പറഞ്ഞു കൊടുത്തതിനെ തുടർന്ന് നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് ഇന്ന് തിരുവായി തുറന്നിട്ടുണ്ട്. ഇത് ശരിയല്ല, സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം നടത്തുവാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്, ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണണം. ഈ പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കാണണം എന്ന് പറയുന്നത്, ഈ പരിഹാരത്തിലേക്ക് ഞാൻ വരാം. ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം BJPയുടെ പിന്തുണയോടുകൂടി ശക്തമായതിനെ തുടർന്ന് ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ എല്ലാ മെമ്പർമാരും രാജിവെച്ചു, ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാനെ ഇന്ന് CID കസ്റ്റഡിയിൽ എടുക്കുവാൻ നിർബന്ധിതരായിട്ടുണ്ട്. തന്നെയുമല്ല, കോൺഗ്രസ്സുകാരും ഹേമന്ത് സോറനും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നൊരു ധാരണ ED അന്വേഷണത്തിന് ഇതിൻ്റെ ഇടയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ, കൈമാറ്റങ്ങൾ, ഇതിൻ്റെ പരീക്ഷകളുടെ പേരിൽ കൈക്കൂലി വാങ്ങലൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ EDയെ ഞങ്ങൾ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. ED അവർക്ക് ചുമതലപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. EDയുടെ വരവിനെ തടയുവാൻ തങ്ങൾക്കാവില്ല എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. മറ്റേ ഇനി സുരാജ് ഒരു സിനിമയിൽ പറയും, ഇനി എന്നെ അടിച്ചാൽ എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടി കൊടുക്കുമ്പോൾ ഞാൻ അനുവദിച്ചിരിക്കുന്നു, പൊക്കോളൂ എന്ന് പറയുന്നത് പോലെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു തട്ടിക്കൂട്ട് പരിഹാരം ഇതിന് കാണുവാനുള്ള ശ്രമങ്ങൾ അവർ തുടരെ നടത്തി. പക്ഷെ ഇത്രയുമൊക്കെ ആയിട്ടും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ പരീക്ഷാ സംവിധാനങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതണം, പരീക്ഷ റദ്ദ് ചെയ്യണം, അതുപോലെ തന്നെ CBI അന്വേഷണം വേണം. ഈ പരീക്ഷ റദ്ദ് ചെയ്യാമെന്ന് സർക്കാർ അവസാനം സമ്മതിക്കേണ്ടി വന്നു. പരീക്ഷാ സംവിധാനങ്ങൾ പൊളിച്ചെഴുതാമെന്നുള്ളത്. പക്ഷെ ആ പൊളിച്ചെഴുത്തലിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പൊളിച്ചു പണിയലായിരിക്കും നടക്കുന്നത്. അതും വിദ്യാർത്ഥികൾക്ക് സമ്മതമല്ല. ഏറ്റവും പ്രധാനമായിട്ട് CBIയുടെയോ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെയോ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതാണിപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം കാണുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഹേമന്ത് സോറൻ എന്ന് വിദ്യാർത്ഥികളോട് അപേക്ഷിച്ചിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ നിങ്ങൾക്ക് വേണ്ട, ഭയപ്പെടാതെ വരൂ, വിദ്യാർത്ഥികൾക്ക് ആരെയും ഭയമില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾ അഹങ്കാരപൂർവ്വം ഇവിടെ വരണം ഹേമന്ത് സോറൻ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. എവിടെ ചർച്ചയ്ക്ക് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകുവാൻ അവർ തയ്യാറാണ്. കാരണം അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ രാജ്യത്തിന് നാം രഹേഗ ഉണ്ടാക്കാനല്ല
അവരവിടെ ഈ സമരങ്ങൾ നടത്തുന്നത്. അല്ലെങ്കിൽ പോലീസുകാരനെ തുണിയഴിച്ച് കാണിക്കാനല്ല ഇതുകൊണ്ട് അവിടെ ഈ സമരം അവർ നടത്തുന്നത്. അവരുടെ ജീവനോപാധിക്ക് തന്നെ തടസ്സം നേരിടുന്ന ഒരു അവസ്ഥ സാഹചര്യം ദീർഘകാലമായി അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ മാമകൾക്ക് വലിയ താല്പര്യമില്ലാത്തത് ഈ വിഷയത്തെ കൂടുതൽ പ്രചാരണം നൽകി സ്ഥിരമായി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കാൻ. 24 മണിക്കൂറും മൂക്കിൽ വളയമിട്ടതും തലയിൽ വളയമിട്ടവരും ചെവിയിൽ പൂ വെച്ചതും ഒക്കെ ആയിട്ടൊരു റിപ്പോർട്ടർമാരെന്ന് പറയാവുന്നതിന്റെ ഒരു പടയെ തന്നെ കൊണ്ട് ജന്തർ മന്ദറിൽ വിതറി. ദില്ലിയിൽ കാണിച്ച ആവേശം ഇവിടെ കാണിക്കുന്നില്ല. ദില്ലിയിൽ കാണിച്ച ആവേശം ജന്തർ മന്ദർ, ജാർഖണ്ഡിൽ ഇവിടെ ANIയുടെ വിഷ്വൽസ് ആണ് ഇവരെടുത്ത് കാണിക്കുന്നതെന്ന് ബലമായ സംശയം എനിക്കുണ്ട്. സ്വന്തമായിട്ടൊരു ക്യാമറാമാൻ പോലും അവിടെ ഉണ്ടോ എനിക്കറിയില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാജഗാന്ധി കുടുംബം കോപിക്കില്ലേ, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കോപിക്കില്ലേ, ജിഹാദി ആവാസ വ്യവസ്ഥ കോപിക്കില്ലേ. കാരണം ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം മാത്രമല്ല, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ, നക്സൽവാദം, ഇതിനെ എല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ, ഇവിടുത്തെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം, അവർ BJPക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും രാജ്യസ്നേഹികളാണ്. അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് മാത്രമാണ് ആ സംസ്ഥാനം ഇന്നും പിടിച്ചു നിൽക്കുന്നത്. അതൊന്നും ഇവിടെയുള്ള നമ്മുടെ ഈ അബ്ജോദുമാർക്കും ഉണ്ണി ബാലകൃഷ്ണന്മാർക്കും ഒക്കെ സഹിക്കുമോ ഇത് കണ്ടു കഴിഞ്ഞു? അങ്ങനെ ആയാൽ അങ്ങനെ ഈ രാജ്യത്തിന് ഒരു 10 പറഞ്ഞില്ലെങ്കിൽ ഈ വന്ദേമാതരം പാടില്ലാന്ന്, അത് മറ്റൊരവസരത്തിലുള്ള ചർച്ചയാണ്. എന്നാൽ പോലും പറയുകയാണ്, രാജ്യവിരുദ്ധത ഇല്ല. അടിസ്ഥാനപരമായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ സമരത്തിൽ രാജ്യവിരുദ്ധത ഒരു കണിക പോലും ഇല്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ താല്പര്യക്കുറവിന്റെ ഏക കാരണം. ഓക്കെ, ഇപ്പൊ ഇത് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലും ഇത്തരത്തിൽ PSCക്കെതിരെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ജാർഖണ്ഡ് PSCയിലുള്ള ചെയർമാനും അംഗങ്ങളും എല്ലാം രാജിവെച്ചു. ഇവിടെ ഇത് ഇപ്പോഴും അവർ രാജിവെച്ചിട്ടില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് എന്തെങ്കിലും നമുക്ക് നോക്കാമല്ലോ. ഇവര് ഈ ആദ്യമേ തന്നെ പറയട്ടെ, ജാർഖണ്ഡിൽ വിദ്യാർത്ഥികൾ, ഇവിടെ ഉദ്യോഗാർത്ഥികൾ പുല്ല് തിന്ന് സമരം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ തത്വമയിലൂടെ പുറത്തുവിട്ടിരുന്നു. യുവമോർച്ചക്കാർ ദിവസവും പോയി തല്ലുകൊള്ളുന്നുണ്ട്. ഇതിനെല്ലാം BJP നേതാക്കള് അവിടെ പോകുന്നുണ്ട്. ഇന്നലെ മുരളീധരൻ അവിടെ ഇതിനെതിരെ രൂക്ഷമായി പ്രസംഗിച്ചിരുന്നു. പിണറായി സർവീസ് കമ്മീഷൻ എന്നാണ് ഇതിന്റെ പേര് എന്നുള്ളത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പിണറായി സതീശൻ കമ്മീഷൻ തീർച്ചയായിട്ടും, കാരണം അവർ തമ്മിലുള്ള ഒരു ഐക്യമത്യ മഹാബലം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ്സുകാരെന്താ, ഇവർ ഈ ഇടതായാലും വലുതായാലും ഒരുപോലല്ലേ എന്നൊരു പാട്ടുള്ളതുപോലെ ഈ വലതെന്ന് ഞാൻ പറയുമ്പോൾ UDF എന്ന് കാണണം, അല്ലാതെ ഇപ്പോഴുള്ള ശരിയായ വലതുപക്ഷമെന്നായ BJP അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് നിങ്ങൾ 10 കൊല്ലം അനുഭവിച്ചാണ്ട് ഞങ്ങൾ 10 കൊല്ലം അനുഭവിച്ചു, ഇനി നിങ്ങൾക്ക് അനുഭവിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ശരിയാണല്ലോ. ആ രീതിയിലാണ് ഇവർ PSCയുടെ ആ ക്രമക്കേടുകളെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചിന്തിച്ചു നോക്കൂ, ചോദ്യപേപ്പർ ചോർന്നു, അതെല്ലാം സ്വാഭാവികമായിട്ട് പല പരീക്ഷകളിലും നടക്കുന്ന ക്രമക്കേടാണ്. പക്ഷെ തങ്ങൾക്ക് കുത്തിക്കയറ്റേണ്ട, അകത്ത് തിരികെ കയറ്റേണ്ട ഉദ്യോഗാർത്ഥി ഇത്ര മുതൽ ഇത്ര വരെയുള്ള ചോദ്യത്തിന് ഉത്തരം ശരിയായി എഴുതിയിട്ടില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങൾ തന്നെ റദ്ദാക്കുക എന്നുള്ള ആ പരീക്ഷയുടെ വിശ്വാസ്യത ഏത് തരത്തിൽ ഇത്തരമൊരു മാർഗം അവലംബിക്കുന്നവരെ എങ്ങനെ പൊളിച്ചു പണിയാൻ നോക്കും? എന്ത് പൊളിച്ചു പണിഞ്ഞാലും ഇത്തരത്തിലുള്ള കള്ളത്തരം കാണിക്കുന്നവരെ എങ്ങനെ നേരിടാൻ നോക്കും? അത് സാധ്യമല്ല. ഇത് പുറത്തു വന്നതും PSCയുടെ രഹസ്യമായിട്ടുള്ള അന്വേഷണത്തിൽ, ആന്തരികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലല്ല. ഉദ്യോഗാർത്ഥികൾ തന്നെ ഇത് വന്നപ്പോൾ സംശയമുയർത്തിയതാണ്. ഇത്തരത്തിൽ PSCയുടെ ഭാഗത്തുനിന്നൊരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അവർ സംശയമുയർത്തി. അതിൽ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് ഇതിലേക്ക് പോയത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. ഇപ്പോൾ ഉത്തരക്കടലാസുകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് PSC ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്നാൽ അവർ പറയുന്നുണ്ട് വിജിലൻസ് അന്വേഷണവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുമെന്ന്. വിജിലൻസിന് PSC ഒരു സ്വയംഭരണ ഓട്ടോണമസ് ബോഡി ആയതുകൊണ്ട് നേരിട്ട് വിജിലൻസിനൊന്നും അവിടെ കയറി ഫയലുകൾ എടുക്കുന്നതിന് സാധ്യമല്ല. അതിനേതായിട്ടുള്ള പരിമിതികളുണ്ട്. അല്ലെങ്കിൽ കോടതിയുടെ വാറണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി, ആ പ്രക്രിയകളുമായി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതൊരു സംഘർഷാവസ്ഥയിലേക്ക്, അതായത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിച്ചാൽ അത് നടക്കും. പക്ഷെ ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുന്നില്ല. കാരണം എന്ത് ഓട്ടോണമസ് ബോഡിയാണെന്ന് പറഞ്ഞാലും നിയമ സംവിധാനങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേസിന്റെ കാര്യത്തിൽ അവിടെ നിന്ന് ഫയൽ പിടിച്ചെടുക്കുവാനുള്ളൊരു അനുവാദം കേരള പോലീസിന് ആഭ്യന്തരമന്ത്രി നൽകിയെന്ന് വിചാരിക്കുക. PSCയിലെ ചെയർമാൻ എന്താ അവിടെ ഗുണ്ടകളെ നിർത്തൂ? ഒന്നും നിർത്താൻ പോകുന്നില്ല. അങ്ങനെ കേരള പോലീസ് അതിന് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ യുവമോർച്ച അവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊരു ഒത്തുകളി തന്നെയാണ്.
ആലോചിച്ച് നോക്കൂ, സമാനമായ സാഹചര്യങ്ങൾ ഇവിടെ കോൺഗ്രസ്, ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷി. ഈ ഒരു LPST സമരത്തെ പോലും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തെ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ അങ്ങനെ നമ്മൾ തത്തുമൈ ചാനൽ അത് വാർത്ത കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിൽ അങ്ങോട്ട് ഈ ജന്തർ മന്ദറിൽ കണ്ട ഒരു ആവേശം ഈ ഒരു രണ്ട് ജാർഖണ്ഡിലും കേരളത്തിലും കാണുന്നുണ്ട് തന്നെ പറയാം. ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമയുടെ ദൃശ്യമാധ്യമ ചാനലോ ഓൺലൈൻ ആകട്ടെ, പത്രമാകട്ടെ, മാതൃഭൂമി, ഇവരൊന്നും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി എന്നല്ല കൊടുത്തിട്ടേ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒന്നോ രണ്ടോ വിഷ്വലുകൾ എവിടെയെങ്കിലും തെന്നിത്തെറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഇത് കൊടുത്തിട്ടില്ല. കാരണം കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ പരസ്യമായി പറ്റിച്ച് നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിൽ പറ്റിക്കുക മാത്രമല്ല അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയ ഒരു സംഭവമാണിത്. അതിനെക്കുറിച്ച് പ്രതിഷേധിക്കുന്നവർ, അത് യുവമോർച്ചയാവട്ടെ, BJP ആകട്ടെ, എന്തിന് SDPI ആകട്ടെ, ഈ ഒരു വിഷയമാണ് അവരെടുത്ത് പ്രതിഷേധിക്കുന്നതെങ്കിൽ അതിന് പ്രാധാന്യം നൽകിയേ മതിയാവുള്ളൂ. കാരണം അതിൻ്റെ ആവശ്യം ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമാണ്. അതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ SDPI വരുമ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഉള്ളിലിരിക്കുന്ന ഫ്രോഡ് പുറത്ത് ചാടുമെന്ന് പറയുന്ന പോലെ അരിയും മലരും കുത്തിയിരിക്കുകയോ വാങ്ങി വയ്ക്കാനുള്ള മുദ്രാവാക്യം അറിയാതെ പുറത്തു വന്നു. അവിടെയാണ് എതിർപ്പ്. പക്ഷേ ഈ ഒരു വിഷയം ആര് കയ്യിലെടുത്താലും അവർക്ക് പ്രോത്സാഹനം നൽകിയേ മതിയാവുള്ളൂ. കാരണം നമ്മുടെ തത്വമൈ ന്യൂസിൻ്റെ ആദ്യം മുതലുള്ള ജന്തർ മന്ദറിലെ സമരത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണകോണോ അല്ലെങ്കിൽ മനോഭാവമോ എന്തായിരുന്നു? വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്. വിദ്യാർത്ഥികളുടെ മറവിൽ രാജ്യവിരുദ്ധരെ ഞങ്ങൾ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല. അതുപോലെ തന്നെ യുവമോർച്ച അവിടെ പോയിട്ട് എന്തു പറഞ്ഞു? മറ്റേ നിയമസഭ ഞങ്ങൾ പിഴുതെടുത്ത് കടലിൽ കളയും. VD സതീശന്റെ മാതാവിനെ അവർ അധിക്ഷേപിച്ചോ? ഇല്ല. പിണറായി വിജയന്റെ മാതാവിനെ അവർ അധിക്ഷേപിച്ചോ? ഇല്ല. ഏതെങ്കിലും പോലീസുകാരനെ തുണിപൊക്കി കാണിച്ചോ? ഇല്ല. അവരവിടെ ചെന്ന് പ്രതിഷേധിക്കുന്നു, പോലീസുകാരുടെ തല്ലുകൊള്ളുന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു ചടങ്ങ് പോലെ വന്ന് ഇതേ പ്രതിഷേധം നടത്തുന്നു, തല്ലുകൊള്ളുന്നു, വാട്ടർ ക്യാനിന്റെ ജലപീരങ്കിയിലെ മർദ്ദനമേൽക്കുന്നു, തിരിച്ചു പോകുന്നു. സ്ഥിരമായി അവർ തെരുവിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന്. അവർക്ക് നീതി ലഭിക്കും വരെ ഇവർ പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത്. പക്ഷെ നീതി തരില്ല എന്നുള്ള വാശിയിലാണ് VD സതീശൻ സർക്കാർ. ഇനി അടിസ്ഥാനപരമായിട്ട് തെരുവിലെ പ്രതിഷേധം മാത്രമല്ല, ഇത് കോടതിയിൽ തന്നെ തീരുമാനമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ സഹായം ചെയ്ത് കൊള്ളാവുന്ന അഭിഭാഷകരെ വെച്ച്, കാര്യപ്രാപ്തിയുള്ള അഭിഭാഷകരെ വെച്ച് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ. ആ ഒരു പരാമർശം ഉണ്ടായാൽ മാത്രമേ ഇവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം മറയ്ക്കുവാനായിട്ട് മറ്റും വിഷയങ്ങളും ഉണ്ട് ഇവിടെ. കാരണം ഒരു ജിഹാദി ഫ്ലൈറ്റിൽ ആളുകളെ എമർജൻസി വാതിൽ തല്ലിപ്പൊളിച്ച് 170 മേൽ ആളുകളെ കൊലയ്ക്ക് കൊടുക്കുവാൻ നോക്കിയത്, ഒരു സ്ഫോടക വസ്തുക്കളുടെ ഉത്തരവാദിയായിട്ട് ജിഹാദി NIA പിടിച്ച ഹാഷിം എന്നോ അങ്ങനെ എന്തോ ആണ്, ഹാരിസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഇതെല്ലാം മറയ്ക്കുവാനും ഈ PSC വിഷയങ്ങൾ മറയ്ക്കുവാനുമാണ് ഇപ്പോൾ വന്ദേമാതരം, TG മോഹൻദാസ് വന്ദേമാതരം, VD സവർക്കർ വിഷയം അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു, ഷംസുദ്ദീനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷംസുദ്ദീനെ ഏതെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും വിമർശിച്ചാൽ എൻ്റെ പേരാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ഷംസുദ്ദീനെ കരഞ്ഞുകൊണ്ട് ചോദിക്കാമല്ലോ. CP ജോണിനെ വേറൊരു വശത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ CP ജോണിന് ഇപ്പോൾ ഒരു പദം വന്നിട്ടുണ്ട്. കാരണം പ്രിയദർശിനി വിഷയത്തിലും മറ്റേ നീണ്ടകര പോയി ഇടപെട്ടതിലും അത്യാവശ്യം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് കിട്ടിയത് കൊണ്ട് ഒരു പദം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തെ ഇങ്ങനൊരു സംഭവമേ നടക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളും സർക്കാരും പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷത്തിനറിയാം, കാരണം കള്ളം കാണിച്ചത് മുഴുവൻ അവന്മാരുടെ ആൾക്കാരാണല്ലോ. UDF സർക്കാരിന് എന്താണ് ഇതിന്റെ അകത്ത് കടപ്പാടോ ബാധ്യതയോ? അവര് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് സതീശൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അതിന്റെ പക്ഷേ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരേ ഒരാൾ കെ മുരളീധരനാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. മന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്. അത് നേരോ നെറിയോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ മനോഭാവത്തെക്കുറിച്ച് സത്യസന്ധമായി അറിഞ്ഞോ അറിയാതെ പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്. VD സതീശന്റെ കാര്യം പറഞ്ഞാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം തരത്തിൽ അന്വേഷിക്കും. ഒരു ചിന്തിച്ചു നോക്കൂ, എത്ര സമ്മർദ്ദത്തിനൊടുവിലാണ് അവരുടെ തന്നെ യുവാക്കളെ തല്ലിച്ചതച്ച
ഗൺമാനെതിരെയും ഗൺമാനെ ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGPക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവർ നിർബന്ധിതരായത്. എന്നിട്ട് അവസാനം ഇതല്ല, കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്ലേ ബുക്ക് തന്നെയാണ് ഇവർ നോക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കട്ട മുതൽ തിരികെ നൽകി മോഷ്ടാവ് മാതൃക കാട്ടി എന്ന് പറയുന്നത് പോലെ നടപടി എടുക്കേണ്ട സമ്മർദ്ദം വന്ന ഒടുവിൽ അത് സഹിക്കാൻ പറ്റാതായി നടപടി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി അജിത് കുമാറിനെ പൂട്ടുവാനുള്ള തന്ത്രമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ എന്ന് മാസ് ഡയലോഗ് അടിച്ചിറക്കുക. പക്ഷേ ഇതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നത് സതീശനാണ്. കാരണം ഈ മാസം മുഴുവൻ കൊണ്ടുപോകുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ്. കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തന്നെ തോന്നും, അങ്ങനെയാണെങ്കിൽ എന്തിനാ സതീശൻ? ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ പോലെ ഓപ്പറേഷൻ ഗ്രിപ്പ്, അതുപോലെ തന്നെ ഇപ്പൊ അർജുനായങ്കിയുടെ ഒരു വിഷയത്തിലും കേരള പോലീസ് ഒന്ന് വലഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ ഒരു കേട് ഇപ്പൊ നമ്മുടെ TG സാറിനെ അറസ്റ്റ് ചെയ്തോടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബാലൻസ് ചെയ്തെന്ന് തോന്നുന്നു ആ ഒരു വിഷയത്തിൽ. ഇന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ എക്സ്ക്യൂസ് മൈ ലാംഗ്വേജ്, കോടതിയിൽ നിന്ന് അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി പഞ്ചസാരയും മുങ്ങി എന്നുള്ള അവസ്ഥയല്ല. മുങ്ങി ആവശ്യമുള്ള ലാംഗ്വേജിൽ പ്രേക്ഷകർ പൂരിപ്പിച്ചെടുത്തോളം മുങ്ങിയല്ല അവിടുത്തെ യഥാർത്ഥ പ്രയോഗം. മുങ്ങി എന്നുള്ള തരത്തിൽ കോടതിയിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് ആ മാസം തീർന്നില്ലേ? അർജുനായങ്കി ഇപ്പോഴും അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം അർജുനായങ്കി എങ്ങനെ ആ ജന്മഭൂമി വായിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും, ആരാണ് കൊടുത്തത്. പക്ഷെ അത് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു അപകടം മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് വരുത്തുന്നത് ജന്മഭൂമിയാണോ എന്നൊരു സംശയം. കാരണം ഉള്ള കാര്യം അറിയണമെങ്കിൽ പോലീസുകാർക്ക് ഈ നാട്ടിൽ നടക്കുന്ന വാർത്ത അറിയണമെന്ന് താല്പര്യമുള്ളവരാണല്ലോ. അവർക്ക് ജന്മഭൂമി അറിഞ്ഞാലേ എന്തെങ്കിലും കൃത്യമായിട്ട് നടക്കുള്ളൂ. ഈ ജിഹാദികളൊക്കെ എവിടെയാണെന്നുള്ളത് ജന്മഭൂമി കൃത്യമായിട്ട് റൂട്ട് മാപ്പ് ഒന്നും വരയ്ക്കില്ലെങ്കിലും പറഞ്ഞു കൊടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ജന്മഭൂമി അവർ വരുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനൊരു വസ്തുതയുണ്ട്. അർജുനായെങ്കിൽ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു അവൻ ജന്മഭൂമി എടുത്ത് കയ്യിൽ വെച്ചത്. ഇനി നിങ്ങൾ വലിയ പരസ്യം കിട്ടാനില്ല, പരസ്യം ഒന്നും കിട്ടാനില്ല. കാരണം അയാളുടെ റൂട്ട് ഇനിയിപ്പോ ജന്മഭൂമി വല്ലതും ആണോ പറഞ്ഞു കൊടുത്തത്? അത്തരത്തിലുള്ള വഴിതിരിക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. നടക്കുന്ന ചർച്ചകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇന്ന് പാകിസ്ഥാന്റെ പുതിയ ഭീഷണി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ജന്മം ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ പാകിസ്ഥാനെയും ഇത്രയും ഒരു പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ കുറിച്ച് വിശകലനം ചെയ്യുവാനുള്ള യാതൊരു വിവരവും ഇല്ലാത്തൊരുത്തനാണ്. ഒരു കാര്യം ഞാൻ എഴുതി വെച്ചത്, ആ പ്രോഗ്രാം എന്താണെന്നോ അതിൻ്റെ കണ്ടന്റ് എന്താണെന്നോ എനിക്കറിയില്ല. നാളെ ആരെങ്കിലും യൂട്യൂബിൽ കാണുമ്പോൾ, ഞാൻ നേരിട്ട് കാണാറില്ല, ഇന്നൊരു പരസ്യം യൂട്യൂബിൽ മിന്നി മറയുന്നത് കണ്ടതാണ്. എഴുതി വെച്ച് തരാം. സൗദി അറേബ്യയും തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഒരു സഖ്യമുണ്ട്. പുതിയ മുസ്ലിം നാറ്റോ എന്നുള്ള തരത്തിലൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇനി ലോകശക്തി ആകാൻ പോകുന്നത് കേട്ടോ, നരേന്ദ്രമോദി പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞുള്ള ജൽപ്പനങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. 5 പൈസയുടെ യഥാർത്ഥ പ്രതിരോധ വിശകലനം അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ വിഷയങ്ങളൊന്നും എടുക്കാതെ ഇയാൾ ഏത് തരത്തിലും മോദി ഞെട്ടി, അമിത്ഷാ മുങ്ങി, യോഗി മതിലിയാടി ഓടി എന്നൊക്കെയുള്ള സ്ഥിരം പ്രഘോഷണങ്ങളല്ലാതെ PSC വിഷയം, കേരള PSCയുടെ വിഷയം ഇന്നേ വരെ എടുത്തു കണ്ടിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവറിലോ നിരവധി പ്രബുദ്ധന്മാരായിട്ടുള്ള ഓണവും വിഷുവും ആഘോഷിക്കാതെ ബക്രീദും ക്രിസ്മസും മാത്രം ആഘോഷിക്കുന്ന പ്രബുദ്ധന്മാരുണ്ട് അവിടെ. ആ പ്രബുദ്ധന്മാരൊന്നും ഈ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്ന യുവമോർച്ചയെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. യുവമോർച്ചയുമായിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥികളെ കാണാമല്ലോ. നിങ്ങൾക്ക് യുവമോർച്ചയുടെ സമരം നടക്കുന്ന ഒരു വിഷ്വൽ പോലും, ഒരു ദൃശ്യം പോലും നിങ്ങൾക്ക് കാണിക്കാതെ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്, സർക്കാർ ഈ കാണിക്കുന്നത് ശരികേടാണ്, നെറുകേടാണ് എന്ന് പറയാമല്ലോ. നിങ്ങൾ മറ്റെല്ലാത്തിലും പറയുമ്പോൾ ന്യൂസ് നിഷ്പക്ഷമായിട്ട് പറയുന്നവരൊന്നുമല്ലല്ലോ. എല്ലാ കാര്യത്തിനും അഭിപ്രായങ്ങളല്ലേ പറയുന്നത്, വാർത്തകളല്ലല്ലോ. ഒരു വ്യാഖ്യാനങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്, വാർത്തകളല്ലല്ലോ. ഇക്കാര്യത്തിൽ അത് ചെയ്യാമല്ലോ. അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ജാർഖണ്ഡിലും അതെ, കേരളത്തിലും അതെ. അതിൻ്റെ ഒരേ ഒരു കാരണം TRP ഒക്കെ വിട്ടുകഴിഞ്ഞാലും രാഷ്ട്രീയം മാത്രമാണ്. ഇവിടെ കോൺഗ്രസ്, അവിടെ കോൺഗ്രസ് സഖ്യകക്ഷിയായി ഭരിക്കുന്നത്. BJP ആയിരുന്നു ജാർഖണ്ഡിലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ കുറേ എണ്ണം നമ്മുടെ ഗുരുസ്വാമിയൊക്കെ ഉണ്ടല്ലോ, പഴയ ശബരിമല ഏതൊരു ഗുരുസ്വാമിയേക്കാളും കൂടുതൽ കയറി ഇറങ്ങിയ ഗുരുസ്വാമിയൊക്കെ അവിടെ ഉരുണ്ട് നടന്നേനെ, ക്യാമറ ശരീരത്തിൻ്റെ 4 ഭാഗത്തും കെട്ടിവെച്ച്. അത് അത്രയുമാണ് ഇതിന്റെ അകത്ത് ഇപ്പൊ പറയാൻ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം. മാധ്യമങ്ങൾ മാത്രമല്ല, ഇപ്പൊ സെലിബ്രിറ്റീസും ജന്തർ മന്ദറിലെ സമരത്തിന് വന്നപ്പോ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ട്രെയിനും പിടിച്ച് ഫ്ലൈറ്റും പിടിച്ച് പോയവരുണ്ട്. അവരൊന്നും ജാർഖണ്ഡിലും ഒന്നും കാണുന്നില്ല, കേരളത്തിലും കാണുന്നില്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രൊമോഷന് പണം കൊടുക്കാൻ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും കയ്യിൽ പണമില്ല. രണ്ടാമത്തെ കാര്യം, രാജ്യവിരുദ്ധതയുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവര് കണ്ണിൽ പൊന്നിച്ച് ഉറപ്പിക്കും അവിടെ. കാരണം അവിടുത്തെ ജാർഖണ്ഡുകാരുടെയൊക്കെ കൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിൻഡൽ കാണും. അടി ഒരെണ്ണം കിട്ടിയ 3 ദിവസം കഴിഞ്ഞേ കണ്ണ് തുറക്കുകയുള്ളൂ. അത് അവർക്ക് നല്ലപോലെ അറിയാം. കാരണം രാജ്യവിരുദ്ധത വിളമ്പാൻ ഒക്കില്ലല്ലോ. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ നേഹ ബോറ. എടുത്ത് ചുമന്നാണ് അവര് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്ത് ചെയ്യാൻ പറ്റും?
അതിന് താല്പര്യമില്ല. ഒന്നെങ്കിൽ നമുക്ക് പണം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് രാജ്യവിരുദ്ധത വിളമ്പാനുള്ള ഒരു അവസരം കിട്ടണം. ആലോചിച്ച് നോക്കുക, ഇപ്പൊ പറഞ്ഞത് ഈ ഫ്ലൈറ്റ് പിടിച്ച് പോയതിന്റെ കൂടെ ഒരു ജന്തുവിനെ സ്ഥിരമായിട്ട് കെട്ടി ചുമന്ന് നടക്കാറുണ്ട്. ഫ്ലൈറ്റ് പിടിച്ച് പോയ ജന്മങ്ങളിൽ ഒരെണ്ണം ഒരു ജന്തുവിനെ സ്ഥിരമായിട്ട് കെട്ടി ചുമന്ന് നടക്കാറുണ്ട്. അവർ പ്രധാനമന്ത്രിയുടെ മാതാവിനെ പറഞ്ഞ അസഭ്യം, ഒരു കള്ളക്കഥ, അതിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ടി ജി മോഹൻദാസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് 5 മണിക്ക്. വീട് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അങ്ങേരവിടെ ഉമ്മറത്തെ ചാരികസേരയിലോട്ട് ഉമാരി വരുന്ന കാത്തിരിക്കുകയായിരുന്നു. 2 ചായയും കൂടി കുടിക്കാൻ, എനിക്ക് ഒരെണ്ണം കൂടി, ഒരു ചായയും കൂടി കുടിക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാണിച്ചൊരു ഉത്സാഹം, താല്പര്യവും ഈ ജാൻമണിയനെ പൊക്കാൻ കാണിക്കുന്നില്ലല്ലോ. വേണ്ട, ജാൻമണിയനെ അകത്ത് പിടിച്ചിടണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷെ ടി ജിക്ക് ഇല്ലാത്തത് എന്താണ് ജാൻമണിയനുള്ളത്? അത് കണ്ട ഏമാമാരെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. മാത്രമേ എനിക്ക്, ഇത് കേരളമാണ്, കേരളത്തിന്റെ ഇരട്ട നീതി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട്, എന്തായാലും ജാർഖണ്ഡിലെ വിഷയം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വരും. അതുപോലെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വാർത്ത നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഈ ജാർഖണ്ഡ് വിഷയത്തിൽ നമ്മൾ കൂടുതൽ വാർത്തകളുമായിട്ട് വരും അല്ലേ മനോജ്? അപ്പോൾ കേരള PSC വിഷയവും ജാർഖണ്ഡ് PSC വിഷയം തത്വമയി എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരുന്നതായിരിക്കും. ഇത് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ, കാരണം നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഇതിനെ ഒരു സെലിബ്രിറ്റീസും ഒരു മാധ്യമങ്ങളും ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ തത്വമയി ഉദ്യോഗാർത്ഥികളുടെ കൂടെ തന്നെയല്ല, നമ്മുടെ പ്രേക്ഷകരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെയൊക്കെ കമന്റുകളും പലതും അഭിപ്രായങ്ങളും ഫോൺ വിളിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ആണെങ്കിൽ ഈ വിഷയം വിടരുത് എന്നുള്ളതാണ്. നമുക്ക് TRP നോക്കേണ്ട കാര്യമില്ലല്ലോ. വ്യൂസ് ശരിയാണ്, ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധതയോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ വലച്ചിട്ടോ ഉള്ള വ്യൂസ് വേണ്ട. വ്യാജ വാർത്തകളോ നമ്മൾ കൊടുക്കില്ല. കൃത്യമായ നിരീക്ഷണം, കൃത്യമായ നിലപാട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായി സ്ഥാപിക്കാൻ സാധിച്ചിരിക്കും. അത്രയും ഒരു ഉറപ്പ് പ്രേക്ഷകർക്ക് എല്ലാ കാലത്തും തത്വമയി ന്യൂസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.